പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 25. പ്രധാന വാർത്തകൾ. രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച വിദേശികൾ അറസ്റ്റിൽ. മസ്കത്ത് ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ കോമ്പാറ്റിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വകുപ്പാണ് ഏഷ്യക്കാരായ 3 പേരെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് 160 ബ്ലോക്ക് ഹാഷിഷ് പിടികൂടിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുവെന്നും പോലീസ് അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിലെ പ്രധാന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡ് പദ്ധതിക്ക് കരാർ ഒപ്പുവെച്ച് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. ദിബ്ബയിൽ നിന്ന് ആരംഭിച്ച് ലിമ വഴി കടന്നു പോകുന്ന പാത കസബിൽ അവസാനിക്കും. 70 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾക്കും അൽ സരൂജ് കൺസ്ട്രക്ഷൻ കമ്പനി മന്ത്രാലയവുമായി 150 ദശലക്ഷം റിയാലിന്റെ കരാർ ഒപ്പുവെച്ചു. രാജ്യത്തെ തന്നെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തികളിൽ ഒന്നാകും ദിബ്ബ ലിമ കസബ് പാത. അൽവുസ്തയിലെ വിവിധ ഗവർണറേറ്റുകളെ തമ്മിൽ റോഡ് ബന്ധിപ്പിക്കും. പാത കടന്നു പോകുന്ന ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ ബന്ധിപ്പിക്കുന്നതിന് പദ്ധതി ഗുണം ചെയ്യും. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാവുന്ന രൂപത്തിലാണ് പദ്ധതിയുടെ അന്തിമ രൂപരേഖയൊരുക്കുക. ഖസബിനും ദിബ്ബയ്ക്കുമിടയിലെ യാത്രാദൂരവും കുറയുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര പ്രദേശമായി മാറുന്ന അൽവുസ്ത ഗവർണറേറ്റിന് ദിബ്ബ ലിമ കസബ് പാത ഏറെ ഗുണകരമാകും. ഗതാഗത മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മഅ്വലി, അൽ സരൂജ് കമ്പനി ഡയറക്ടർ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഗാസി അൽ ഹീലു എന്നിവർ തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സാലിം അൽ ഹബ്സി, മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ ബുസൈദി എന്നിവരും ഒപ്പുവെക്കൽ ചടങ്ങിൽ സന്നിധരായിരുന്നു. പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം. 1973 സെപ്റ്റംബർ 23 മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഔദ്യോഗിക പരിശോധന നടത്തിയതിന്റെ ഓർമ്മയിലാണ് 50ാം വാർഷികം 2023 സെപ്റ്റംബർ 23 ആഘോഷിച്ചത്. ആദ്യഘട്ടത്തിൽ സീബ് വിമാനത്താവളം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സുൽത്താൻ ഖാബൂസിന്റെ സ്വകാര്യ വിമാനമാണ് സീബ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ആദ്യ ഒമാനി രജിസ്ട്രേഡ് വിമാനം. ഒരു യാത്രാ ടെർമിനൽ, ഒരു റൺവേ, ചെറിയ കാർഗോ സംവിധാനം, അറ്റകുറ്റപ്പണികൾക്കായുള്ള കേന്ദ്രം എന്നിവയായിരുന്നു ആദ്യ വിമാനത്താവളം. ഇതിനിടെ 2008 ഫെബ്രുവരി 1 സീബ് വിമാനത്താവളത്തിൽ നിന്നും മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പേരിലേക്ക് വിമാനത്താവളം മാറുന്നത്. യാത്രക്കാരുടെ സംതൃപ്തിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 10 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഒന്നായി മസ്കത്ത് വിമാനത്താവളം ഉയർന്നു. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 10 മുതൽ 25 ദശലക്ഷം യാത്രക്കാരുടെ ശേഷിയുള്ള വിമാനത്താവളമായി ഇത് ഉയരുകയും ചെയ്തു. ഇക്കാലത്തിനിടയിൽ വേൾഡ് ട്രാവൽ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും എയർ ഹെൽപ്പ് ഉൾപ്പെടെ നിരവധി ഏജൻസികളുടെ മികച്ച റിപ്പോർട്ടുകളും മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം കരസ്ഥമാക്കി. സലാല, സുഹാർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ആഭ്യന്തര വിമാനത്താവളങ്ങളും ഉൾപ്പെടെ വലിയ മുന്നേറ്റങ്ങളാണ് വ്യോമയാന മേഖലയിൽ രാജ്യം കൈവരിച്ചിരിക്കുന്നത്. വിമാനയാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. അടുത്തിടെ കോവിഡ് പൂർവ്വനിലയിലേക്ക് വ്യോമയാന രംഗം തിരിച്ചെത്തിയിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24 മണിക്കൂറും സേവനങ്ങൾ ലഭ്യമാകുമെന്നും എംബസി അധികൃതർ അറിയിച്ചു. 2024 ഗൾഫ് മലയാളികൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്നു. പുതിയ ജീവിതോപാധി കണ്ടെത്താൻ അത്ഭുതപൂർവമായ സാഹചര്യമാണ് ഒരുങ്ങിയിട്ടുള്ളത്. ഗൾഫിലെങ്ങും ധാരാളം മലയാളി സ്ഥാപനങ്ങൾ വേരുറപ്പിച്ചിരിക്കുന്നതും സേവന മനസ്ഥിതിയുമായി സംഘടനകൾ രംഗത്തുള്ളതും ബലമാണ്. കോവിഡിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമാണ് കടന്നുപോകുന്നത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും കൂറ്റൻ പദ്ധതികൾ ആരംഭിച്ചു. വിസ സംവിധാനങ്ങൾ ഉദാരമാക്കി. സൗദി അറേബ്യ വാതിലുകൾ മലർക്കെ തുറന്നിട്ടു. ഗൾഫ് സാധ്യതകൾ അടയുന്നുവെന്ന ധാരണയ്ക്ക് നാട്ടിൽ വിരാമമാവുകയും ചെയ്തു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ യൂറോപ്പിനെയും മറ്റും ലക്ഷ്യമിട്ടവർ മാറി ചിന്തിക്കുന്നു. ഇനി 10 വർഷത്തേക്കെങ്കിലും ഗൾഫും മലയാളികളും ബന്ധം തുടരും. സുമൂസ് ക്രിയേഷന്റെ ബാനറിൽ റുസ്താഖ് മലയാളീസ് കൂട്ടായ്മ ഈ വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ചൊരുക്കുന്ന മ്യൂസിക്കൽ ആൽബം രക്ഷകൻ പിറന്നു ഇന്ന് പുറത്തിറങ്ങും. സീന കറുമാലൂർ വരികളെഴുതിയ പാട്ടിന് സുനിൽ കൈതാരം സംഗീതം നൽകി. റുസ്താഖിലെ ഒരു കൂട്ടം ഗായകർ പാടിയ മ്യൂസിക്കൽ ആൽബത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് ജസ്വിൻ പാലയാണ്.
റുസ്താക്കിലും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച ആൽബം സാമൂഹിക പ്രവർത്തകൻ മന്മഥന്റെ സംവിധാന മികവിലാണ് പുറത്തിറങ്ങുന്നത്. ആഘോഷപൂർവ്വം ക്രിസ്മസിനെ വരവേറ്റ് ഒമാനിലെ ക്രിസ്തുമത വിശ്വാസികൾ. ക്രിസ്തീയ ആരാധനാലയങ്ങളും ഭവനങ്ങളും ഷോപ്പിംഗ് മാളുകളും ആഘോഷത്തിനൊരുങ്ങി ദീപാലങ്കാരങ്ങളുടെ പ്രഭയിലാണ്ടു. പ്രവാസി കുടുംബങ്ങളിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചേർന്ന് ക്രിസ്മസ് ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കരാൾ ഗാനങ്ങളുടെ ഈണങ്ങളും നക്ഷത്രക്കൂടുകളുടെ വെളിച്ചവുമായി ക്രിസ്തീയ ഭവനങ്ങൾ സജീവമാണ്. ഇന്നലെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു വ്യാപാര കേന്ദ്രങ്ങളിലും തിരക്കനുഭവപ്പെട്ടു. പ്രമുഖ ബേക്കറികളെല്ലാം ക്രിസ്മസ് കേക്ക് തേടിയെത്തിയവരുടെ തിരക്കിലായിരുന്നു. വിലക്കുറവും ബേക്കറികൾ നൽകുന്നു. ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ക്രിസ്മസ് അനുബന്ധ ആരാധനകളും ആഘോഷങ്ങളുമായി ആരാധനാലയങ്ങളും സജീവമായിരുന്നു. വിവിധ സമയങ്ങളിലാണ് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. വാരാന്ത്യ അവധിയല്ലാത്തതിനാൽ പലരും അവധിയെടുത്താണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. തലസ്ഥാനത്ത് കടൽ വഴി രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 28 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം അറസ്റ്റ് ചെയ്തു. ബോട്ടുകളിലായാണ് സംഘം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടുകളും മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. അതിർത്തിയിലും കടൽ തീരപ്രദേശങ്ങളിലും രാജ്യത്തിനകത്തും അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്താൻ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ICF ആരോഗ്യ സെമിനാറിന്റെ ഭാഗമായി സലാല സെന്റർ റൈസൂത്ത് സെക്ടർ സംഘടിപ്പിച്ച ആരോഗ്യ സെമിനാർ സലാല മ്യൂസിക് ഹാളിൽ നടന്നു. പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന കിഡ്നി, ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചും രോഗം വരാതിരിക്കാനും നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചുമുള്ള സമഗ്രമായ അവതരണം അൽ സാഹിർ മെഡിക്കൽ കോംപ്ലക്സ് MD ഡോക്ടർ സമീർ ആലത്ത് നടത്തി. പൊതുജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള അവതരണവും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള വിശദീകരണവും ആകർഷകമായി. പരിപാടിയിൽ സെക്ടർ സെക്രട്ടറി മുസ്തഫ ഹാജി സ്വാഗതം പറഞ്ഞു. ICF പ്രസിഡന്റ് സുലൈമാൻ സഅദി അധ്യക്ഷത വഹിക്കുകയും മിർബാത്ത് സെക്ടർ പ്രസിഡന്റ് നാസറുദ്ദീൻ സഖാഫി കോട്ടയം പ്രാർത്ഥന നടത്തുകയും ഡോക്ടർ നിഷ്താർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും വിദ്യാഭ്യാസ പ്രവർത്തകനും വയനാട് മുസ്ലിം യതീംഖാനയുടെ കാര്യദർശിയുമായ MA മുഹമ്മദ് ജമാലിന്റെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ് പ്രവാസ ലോകവും. 1948 സ്ഥാപിതമായ വയനാട് മുസ്ലിം യതീംഖാന ജനകീയവൽക്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു മുഹമ്മദ് ജമാലെന്ന് മസ്കത്ത് KMCCയും WMOയും വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ അനുശോചന യോഗം അനുസ്മരിച്ചു. അശരണർക്ക് ആശ്രയവും ആരുമില്ലാത്ത യതീമുകൾക്ക് തണലായും ഒരു മഹാവൃക്ഷം കണക്കെ വളർന്ന വയനാട് മുസ്ലിം ഓർഫനേജ് നാനാജാതി മതസ്ഥരിൽ നിന്നുള്ള യുവതീ യുവാക്കൾക്ക് മാംഗല്യമൊരുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചതും ഏറെ ജനകീയമായിരുന്നു. 2 സയൻസ് കോളേജുകളും ആർട്സ് കോളേജുകളും ഹൈസ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഖുർആൻ അറബിക് കോളേജുകളുമായി വയനാട് ജില്ലയുടെ മുഖച്ഛായ മാറ്റിയത് WMO ആണെന്നും യോഗം അനുസ്മരിച്ചു. ഒമാനിലെ പ്രവാസികളുമായി ഉറ്റബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു MM മുഹമ്മദ് ജമാൽ എന്നതുകൊണ്ട് തന്നെ റൂവിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.